ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവിതത്തിൽ പലവിധമായ ആവശ്യങ്ങളുടെ നടുവിൽ ജീവിതയാത്രയിൽ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയും നമ്മെ തട്ടി ഉണർത്തുകയും ചെയ്യുന്നത് എത്ര വലിയ ഭാഗ്യം. ദൈവം വചനമയക്കുമ്പോൾ ജനത്തെ വിടുതൽ ചെയ്യുന്നു. വചനത്തിലൂടെ ജനം സൗഖ്യമാകുന്നു. വചനം നമ്മുടെ ജീവിതത്തിലെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായ ശക്തി പകരുന്നതാണ്. ഈ പകൽക്കാലവും ദൈവവചനവുമായി തങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ, തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് ദൈവികമായ ദൂതുകൾ അറിയിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് മരുഭൂമിയിലെ ദൈവശബ്ദം എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? അനന്തരം ദൈവത്തിൻ്റെ ശബ്ദമാണ്, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ മനോഹരമായ ഒരു ദൈവികമായ ചിന്ത നമുക്ക് കാണുവാൻ കഴിയുകയാണ്. യെശയ്യാവ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകനായി ജീവിച്ച, അതിശക്തമായി കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് എന്ന് വേണ്ട പല പ്രവചനങ്ങളിലും നടത്തി വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ട ആ പ്രവാചകൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവമായുള്ള ഒരു സമ്പർക്കത്തെക്കുറിച്ചാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ യെശയ്യാവ് പലരെയും കുറ്റം വിധിക്കുകയും പലർക്കും അയ്യോ കഷ്ടമെന്ന് നിലവിളി ഉയർത്തുകയും ചെയ്ത ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ സാഹചര്യം കടന്നു വരുന്നതിനെക്കുറിച്ച് 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ, ഉസിയ രാജാവ് മരിച്ചതായ ആണ്ടിൽ, കർത്താവ് ഉയർന്നും പൊങ്ങിയും, അതെ മതി, ഉസിയ എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലിൽ ശക്തനായ ഒരു രാജാവായിരുന്നു. ഏതാണ്ട് 16 വയസ്സിൽ അദ്ദേഹം രാജ്യസ്ഥാനത്തിലേക്ക് വന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാമത് അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 16-ാമത്തെ വയസ്സിൽ രാജസ്ഥാനത്തിലേക്ക് വന്നതായ രാജാവ് ബലപ്പെടുകയും തനിക്ക് വേണ്ടി പട്ടണങ്ങളെ പണിയുകയും ഇസ്രായേലിൽ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുകയും അവൻ ചുറ്റുമുള്ള ദേശത്തിൻ്റെ നടുവിൽ യുദ്ധം ചെയ്ത് പലതിനെയും നേടുകയും ചെയ്തവനായി മാറി. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആരംഭം നല്ലതായിരുന്നെങ്കിലും അവൻ്റെ അവസാനം നല്ലതായിരുന്നില്ല. കാരണം ദൈവം ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ പ്രത്യേകമായ 3 ശുശ്രൂഷകളാണ് ദൈവം ഏൽപ്പിച്ചത്. ഒന്ന്, പ്രവാചകനായ ഒരു മനുഷ്യനായ, അല്ലെങ്കിൽ പ്രവാചക ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ, ജനത്തെ നടത്തുവാൻ രാജാവ്. ഈ 3 കൂട്ടരെയും കർത്താവ് അഭിഷേകം ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. രാജാവിനെ രാജാവായി രാജ്യം ഭരിക്കേണ്ടതിനും യുദ്ധങ്ങൾ ചെയ്യേണ്ടതിനും കർത്താവിൻ്റെ ജനത്തെ പരിപാലിക്കേണ്ടതിനും അവർക്ക് നല്ല ഒരു നേതൃത്വം കൊടുക്കുവാനാണ് രാജാവിനെ തിരഞ്ഞെടുത്തത്. പ്രവാചകനെങ്കിലോ അവൻ ജനത്തിൻ്റെ ഇടയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വായായി ദൈവത്തിൻ്റെ ശബ്ദമറിയിച്ച് ജനത്തെ നേർവഴിയിലേക്ക് നടത്തേണ്ടതിന്. എന്നാൽ ഒരു പുരോഹിതനെ യാഗമർപ്പിച്ച് ദൈവത്തിനും ജനത്തിനുമിടയിൽ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ദൈവികമായ കാര്യങ്ങളിൽ പങ്കുവയ്ക്കേണ്ടതിനാണ് പുരോഹിതനെ ദൈവം നിയമിച്ചത്. ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്, ഓരോ ജോലിയുണ്ട്.
എന്നാൽ രാജാവായിരുന്ന രാജാ ഉസിയാവ് ബലപ്പെട്ട് അവൻ സിംഹാസനത്തിൽ ഉറച്ചതിന് ശേഷം ആലയത്തിൽ കയറി പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവൻ തുടങ്ങി. ദൈവത്തിൻ്റെ ദാസന്മാർ, പുരോഹിതന്മാർ അത് തടഞ്ഞു. ആമേൻ. 26-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ നാം അതിനെ കാണുവാൻ കഴിയും. എന്നാൽ അവൻ അനുസരിച്ചില്ല. അവൻ ദൈവത്തിന് വിരോധമായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ശരീരത്തിൽ അവിടെ വെച്ച് ക്ഷണത്തിൽ കുഷ്ഠം പിടിക്കപ്പെട്ട് തൻ്റെ മരണ ദിവസം വരെ തനിച്ചു പാർക്കുകയും മരണം അടയുകയും ചെയ്തു. ഇതാണിവിടെ നാം കാണുന്നത്. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഉസിയ രാജാവ് മരണമടഞ്ഞ കാലഘട്ടത്തിൽ, ഉസിയാവ് രാജാവായിരുന്ന കാലഘട്ടത്തിലെല്ലാം യെശയ്യാവിന് ദൈവത്തെ അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ ദൈവവുമായ ഒരു ഏറ്റുമുട്ടൽ എൻകൗണ്ടർ ഉണ്ടാകുവാനുള്ള സാധ്യതകളില്ലായിരുന്നു. എന്നാൽ ഉസിയ രാജാവ് മരണമടഞ്ഞ കാലഘട്ടത്തിൽ യെശയ്യാവിന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരണമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമുക്ക് അവസരം കിട്ടുമ്പോൾ ദൈവപാദപീഠത്തിൽ നാം സമയം ചെലവഴിക്കുന്നെങ്കിൽ അത് അനുഗ്രഹമായി തീരും. ദൈവത്തെ ആരാധിക്കുവാൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടായ്മയിൽ ചെന്ന് ആലയത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടത്തിൽ നാം ആയിരിക്കുന്നു എങ്കിൽ 34-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞതുപോലെ ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ തേടി വന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് മാത്രമല്ല, നമ്മോട് സംസാരിക്കേണ്ടതിന് ദൈവം ഇറങ്ങി വരും. ഏദെൻ പൂങ്കാവനത്തിൽ അത് തന്നെയല്ലേ സംഭവിച്ചത്? ആദാമിനോടും ഹവ്വയോടും സംസാരിക്കുവാൻ, സംഗർക്കം പുലർത്തുവാൻ ദൈവം പലപ്പോഴായി ചൂടേറിയ ആ നിമിഷങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്നത് സത്യമെങ്കിൽ നമ്മയും സന്ദർശിക്കുവാൻ കർത്താവ് ഇറങ്ങി വരും. താങ്കളുടെ മുറിവേറ്റ ഹൃദയത്തിൻ്റെ നടുവിൽ ഭാരങ്ങൾ ചുമന്ന് നടക്കുന്ന അനുഭവങ്ങളിൽ, കണ്ണുനീരും വേദനകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ ഒരുപക്ഷെ രോഗത്താൽ ഭാരപ്പെടുന്നവരായിരിക്കാം, കുടുംബത്തിലെ വിഷയങ്ങളെക്കുറിച്ച് കലങ്ങുന്നവരായിരിക്കാം, തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവരായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം, ഏതോ ഒരു മേഖലയിൽ തകർച്ച അനുഭവിക്കുന്നവരായ എല്ലാം ഒരു ഉസിയ രാജാവും മരിച്ചതുപോലെ ജീവിതത്തിൽ വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, നാം സ്നേഹിക്കുന്നവർ നമ്മെ വിട്ടു പിരിഞ്ഞു പോയ ഒരു ദുഃഖമായ അവസ്ഥയിൽ കൂടെ പോകുന്നവരായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. എന്നാൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ, മനുഷ്യൻ്റെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്താതെ, ഈ ലോകം തരുന്ന സുഖ സൗകര്യങ്ങൾക്ക് പുറകെ പോകാതെ ദൈവപാദപീഠത്തിലേക്ക് നാം കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസദായകനായി കർത്താവ് അവിടെ വെളിപ്പെടും. ഉസിയ രാജാവ് മരണമടഞ്ഞ കാലഘട്ടത്തിൽ യെശയ്യാവ് ദൈവാലയത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ എന്ത് സംഭവിച്ചെന്ന് അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ആ സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ യെശയ്യാവ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കണ്ണുകളെ കർത്താവ് ഒന്ന് തുറന്നു. ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം വെറുതെ ആരാധിക്കുന്നവരും സ്തുതിക്കുന്നവരും മാത്രമായി നിൽക്കാതെ, കർത്താവേ, അങ്ങയെ കാണേണ്ടതിന്, അങ്ങയെ ദർശിക്കേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ, സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ പ്രാർത്ഥന അതായിരുന്നു, കർത്താവേ, അങ്ങയുടെ വേദപുസ്തകത്തിലെ, അങ്ങയുടെ വചനത്തിലെ മഹത്വം കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. യെശയ്യാവ് ആലയത്തിലേക്ക് വരികയാണ്. അവൻ്റെ കണ്ണ് ദൈവം തുറന്നു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ, അതായത് തേജസ് കൊണ്ട് ആലയം മുഴുവനും മൂടപ്പെട്ടിരിക്കുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ദൈവത്തിന് ചുറ്റും സാറാവുകൾ നിൽക്കുന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. ആ സാറാവുകളുടെ പ്രത്യേകതയാണ്, സാറാവുകൾക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി. സാറാവുകൾ 2 ചിറകുകൾ കൊണ്ട് മുഖത്തെ മൂടുന്നു. 2 കൊണ്ട് കാൽ മൂടി. 2 ചിറകുകൾ കൊണ്ട് കാലുകളെ മൂടുന്നു. 2 കൊണ്ട് പറന്നു. 2 ചിറകുകൾ കൊണ്ട് പറക്കുന്നു.
ഒരുത്തനോട് ഒരുത്തൻ ആ തമ്മിൽ നോക്കിക്കൊണ്ട് സൈന്യങ്ങളുടെ യഹോവ സാറാബുകൾ ദൈവത്തെ ആരാധിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് സ്തുതിക്കുന്നു. അത് സ്തുതിക്കും തോറും ആലയം മഹത്വം കൊണ്ട് നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരു ആലയമാണ് ദൈവത്തിൻ്റെ. നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നാം ആലയത്തിൽ പോയി ആരാധിക്കുന്ന നമ്മുടെ വിശുദ്ധ സഭ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആലയമാണ്. നമ്മുടെ ശരീരമെന്ന മന്ദിരം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് മഹത്വം കൊണ്ട് നിറയട്ടെ. നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കപ്പെടട്ടെ. നമ്മുടെ സഭ എന്ന ആലയം ആമേൻ ദൈവ തേജസ് കൊണ്ട് നിറയ്ക്കപ്പെടുന്നത് കാണുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, യേശയ്യാവ് ദർശനത്തിൽ ആലയത്തിൻ്റെ അകത്ത് നടക്കുന്നത് കാണുകയാണ്. ആമേൻ തൻ്റെ ജീവിതത്തിലെ പ്രത്യേകമായ സാഹചര്യങ്ങളെ മറന്നു ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ആ മനോഹരമായ അനുഭവങ്ങൾ കാണുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും അനുഭവിച്ചപ്പോൾ അത്യുന്നതനായ ദൈവത്തെക്കുറിച്ചതായ ഒരു വെളിപ്പാട്, അവൻ താൻ സ്നേഹിക്കുന്ന, താൻ ആരാധിക്കുന്ന ദൈവം ആരെന്നുള്ളതായ ഒരു വെളിപ്പാട് ദൈവം യേശയ്യാവിന് നൽകുവാനിടയായി. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ താഴ്മയോട് വിനയത്തോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആദ്യമായ വെളിപ്പാട് നമ്മുടെ ദൈവം ആര് എന്നുള്ള വെളിപ്പാട് നമുക്ക് വേണം. ദൈവം ആരാണ്? ജീവനുള്ളവനായ ദൈവം, ആമേൻ, മരണമില്ലാത്തവനായ ദൈവം, ആദ്യനും അന്ത്യനുമായ ദൈവം, അൽബയും ഒമേഗയുമായവൻ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. ഈ ദൈവത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആമേൻ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സകലതും ചെയ്യുവാൻ കഴിയുന്നവനായ ദൈവം. ഈ പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ഞാൻ ആരാധിക്കുന്ന ദൈവം അഖിലാണ്ടത്തിൻ്റെ നിർമ്മാതാവാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കുമെങ്കിൽ നമുക്ക് മുൻപ് ചില വെളിപ്പാടുകൾ ദൈവത്തെക്കുറിച്ച് ദൈവം തരും. അബ്രഹാമിന് ഒരു വെളിപ്പാടുണ്ടായി. ആമേൻ, എനിക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം. ഹാഗാറിന് ഒരു വെളിപ്പാടുണ്ടായി, എന്നെ കാണുന്നവനായ ദൈവം. മോശയ്ക്കൊരു വെളിപ്പാടുണ്ടായി, എൻ്റെ ജയക്കൊടിയായ ദൈവം. ഗദയോനൊരു വെളിപ്പാടുണ്ടായി, യഹോവ ശാലോം, എൻ്റെ സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവം. അബ്രഹാമിന് പിന്നെയും കർത്താവ് വെളിപ്പെട്ടു, ഞാൻ സർവശക്തിയുള്ളവനായ ദൈവം, യഹോവ എന്നുള്ള നാമത്താൽ അറിയപ്പെട്ടവൻ. മോശയോട് ദൈവം അരുളി ചെയ്തു, ഞാനാകുന്നവൻ. അതെ, ഈ കാലഘട്ടത്തിൽ ദേശത്തിൽ ആയിരിക്കുന്ന നമുക്കാവശ്യം ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട്. നാം ആരാധിക്കുന്ന ദൈവമാര്? ആ ദൈവത്തിന് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട്? എങ്ങനെയുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് ദൈവത്തെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ ഈ പകൽക്കാലം ദൈവം തുറക്കുമാറാകട്ടെ. തീരാത്ത രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരാണോ? അവൻ യഹോവ റഫാവായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. കടഭാരങ്ങളിൽ വലയാണോ? ആമേൻ, നമുക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം. ഏത് വിഷയത്തിൻ്റെ നടുവിലായിരിക്കുന്നെങ്കിലും അതിന് പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ തുറക്കുമാറാകട്ടെ. യേശയ്യാവ് ആ ദർശനത്തിൽ സാറാബുകൾ രണ്ടുകൊണ്ട് മുഖം മൂടിയും രണ്ടുകൊണ്ട് പാദങ്ങളെ മൂടിയും രണ്ടുകൊണ്ട് പറന്നും തമ്മിൽ പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ. ആമേൻ. മറ്റൊരു ശക്തമായ ദൂത് വിളിച്ച് പറയട്ടെ, ഈ ആമേൻ ലോക രാജ്യങ്ങൾ മുഴുവനും തപ്പിയാലും അല്ലെങ്കിൽ ദേശം മുഴുവനും നാം ഹല്ലേലൂയ അന്വേഷിച്ചാലും പരിശുദ്ധനായ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് ഞാൻ വിളിച്ചു പറയുന്ന സർവശക്തനായ ദൈവം. സാറാബുകൾ വിളിച്ചു പറയുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഗുണങ്ങളും കണ്ടപ്പോൾ യേശയ്യാവ് തന്നെ കാണുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണുന്നവർക്ക് മാത്രമേ തങ്ങളെ കാണുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ കാണാത്തിടത്തോളം മറ്റുള്ളവരുടെ കുറവും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുവാനേ കഴിയത്തുള്ളൂ.
എന്തുകൊണ്ട് മനുഷ്യർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നു, മറ്റുള്ളവരെ കുറിച്ച് ഏഷണികൾ പറയുന്നു, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയുകയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ഒരു ട്രെൻഡാണ് മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരുടെ കുറവുകളെ വിളിച്ചു പറയുക. എന്താ അതിന് വ്യൂവേഴ്സ് അധികം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന് താല്പര്യം മറ്റുള്ളവരുടെ കുറവുകളെ കാണുന്നതാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ദൈവത്തിന് മുൻപിൽ മറ്റുള്ളവരുടെ കുറവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് നിത്യതയിലേക്ക് പോകുവാൻ കഴിയത്തില്ല. വിശുദ്ധനായ ദൈവത്തെ നാം കാണുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ, ആ ദൈവികമായ വെളിച്ചത്തിൻ്റെ മുൻപിൽ, ദൈവികമായ വിശുദ്ധിയുടെ മുൻപിൽ നമ്മളെ തന്നെ കാണുവാൻ ദൈവം സഹായിക്കും. യെശയ്യാവ് തന്നെ കാണുവാനിടയായി യെശയ്യാവ് പ്രകാരം വിളിച്ചു പറഞ്ഞു. യെശയ്യാവിന്റെ പുസ്തകം 6:5 അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് കഷ്ടം. ഇതുവരെ ലോകത്തിന് കഷ്ടമെന്ന് പറഞ്ഞവൻ, ഇതുവരെ ദേശത്തിലെ ജനങ്ങളെ നോക്കി അയ്യോ എന്ന് വിളിച്ച പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മുടെ അതരം കൊണ്ടാണ് കൂടുതലും പാപം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും വിളിച്ചു പറയുകയും മറ്റുള്ളവരെ അപമാനിക്കുകയും എന്തിന് ആമേൻ കള്ളം നുണ ഇതെല്ലാം പറയുകയും ചെയ്യുന്ന ഈ നാവ്, യെശയ്യാവ് തൻ്റെ നാവിനെ കണ്ടിട്ട് പറയുകയാണ്, ഞാൻ അശുദ്ധിയുള്ള അതരങ്ങളുള്ളതായ മനുഷ്യൻ. ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ എനിക്ക് ചുറ്റിലുമുള്ള ജനങ്ങളോ അവരും ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളവർ. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കണ്ടവർക്ക് മാത്രമേ തങ്ങളുടെ കുറവുകളെ കാണുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. പല ദൂതുകൾ നാം കേൾക്കാറുണ്ടാകാം. പലവിധമായ ദൈവദാസന്മാർ ഓരോ ദിവസങ്ങളിലും മാറി മാറി പ്രസംഗിക്കുന്നു. യൂട്യൂബുകളിൽ ദൈവിക ശബ്ദങ്ങൾ കേൾക്കുന്നു, TV മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്നു, ആലയത്തിൽ കേൾക്കുന്നു. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാകണം. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ദൈവം കാണിച്ചു തരണം. ദൈവവചനം പഠിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ നാം കാണുന്നില്ല എങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. അതേ പ്രിയപ്പെട്ടവരെ, യെശയ്യാവ് ദൈവത്തെ കണ്ടതുകൊണ്ട് യെശയ്യാവിന് തൻ്റെ കുറവുകളെ കാണുവാനിടയായി, തനിക്ക് ചുറ്റിലും പാപത്തിലിരിക്കുന്ന ജനത്തിൻ്റെ കുറവുകളെ കാണുവാനിടയായി. ഇപ്പോൾ യെശയ്യാവിൻ്റെ പ്രാർത്ഥന ദേശത്തിന് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി തന്നെ. അയ്യോ ഞാൻ അശുദ്ധനായ മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ടമുള്ളതായ മനുഷ്യൻ, എൻ്റെ അതരങ്ങൾക്ക് ശുദ്ധിയില്ല, അശുദ്ധ ഉദടുകളുള്ള മനുഷ്യൻ എന്ന് അവൻ ആമേൻ കരയുവാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ അടുത്ത വാക്യത്തിൽ, അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ, ദൈവത്തിന്റെ സാറാഫുകളിൽ ഒരുത്തൻ, യാഗപീഠത്തിൽ എപ്പോഴും അഗ്നി കത്തിക്കൊണ്ടിരിക്കണം. അതെ, നമ്മുടെ ആരാധന സ്ഥലത്ത്, നമ്മുടെ ഭവനത്ത്, നമ്മുടെ യാഗപീഠങ്ങളുടെ മേൽ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. ആ തീയിൽ നിന്ന് സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിന്റെ ആമേൻ തീയിൽ നിന്ന് അവൻ കൊണ്ട് ഒരു തീക്കനലെടുത്ത് അതുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. അതെ, അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ ഇത് നിന്റെ അതരങ്ങളെ തൊട്ടതിനാൽ, നിന്റെ അതരങ്ങളിൽ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ പ്രിയ ദൈവജനമേ? ഹല്ലേലൂയ. പാപത്തിന് പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂസിൽ കർത്താവായ യേശു ക്രിസ്തു യാഗമായി അറുക്കപ്പെട്ട കുഞ്ഞാടാം യേശുവിൻ്റെ രക്തം സകല പാപക്കറകളെ നീക്കി കഴുകി ശുദ്ധീകരിക്കുവാൻ അത് ശക്തിയേറിയതാണ്. അന്ന് സാറാബുകളിൽ ഒരുത്തൻ അഗ്നി കൊണ്ട് യെശയ്യാവിനെ ശുദ്ധീകരിച്ചെങ്കിൽ, യെശയ്യാവിൻ്റെ അതരങ്ങളെ തൊട്ടെങ്കിൽ, ഇന്ന് യേശുവിൻ്റെ രക്താംബരം പോലുള്ള അവൻ ഏത് പാപത്തെയും ഹിമത്തെ പോലെ പഞ്ച് പോലെ വെളുപ്പിക്കേണ്ടതിന് ശക്തി
വ്യക്തമായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. തൻ്റെ പാപങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ അനുഗ്രഹം ലഭിക്കും. അതേ പ്രിയ ദൈവ പൈതലേ, പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. മനുഷ്യനോടല്ല നമ്മുടെ പാപങ്ങളെ പറയേണ്ടത്, അല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുൻപിലിരുന്ന് പാപങ്ങളെ പറയല്ല വേണ്ടത്. നാം ചെയ്ത കുറ്റങ്ങൾ, പാപങ്ങളെ സ്വർഗത്തിലെ അപ്പനോട് ഏറ്റു പറഞ്ഞാൽ അപ്പൻ അതിനെ കഴുകുവാൻ, അതിനെ ശുദ്ധീകരിക്കുവാൻ അപ്പൻ വിശ്വസ്തനാകുന്നു. ഈ പകൽക്കാലം ഏത് പാപിയും തള്ളിക്കളയാതെ പാപിയെ രക്ഷിക്കേണ്ടതിന് പാപികളെ തേടി വന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. ദൈവവചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ജീവിക്കുന്നവരാണോ, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ? പാപം കൊടിയതാണ്. പാപം നമുക്ക് ശാപത്തെ കൊണ്ടുവരും. പാപത്തിന്റെ ഹല്ലേലൂയ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുവിനെ നോക്കിയാൽ ഏത് പാപിയും രക്ഷിക്കുവാൻ, ഏത് പാപത്തെയും കഴുകിക്കളയുവാൻ, ഏത് പാപത്തിൽ നിന്നും വിടുതൽ തരുവാൻ യേശു സർവശക്തനാണ്. യേശയ്യാവിൻ്റെ അധരങ്ങളെ തീ കൊണ്ട് തൊട്ടപ്പോൾ അവൻ ശുദ്ധീകരിക്കപ്പെട്ടവനായി. 1 യേശയ്യാവ് ദൈവത്തെ കണ്ടു. 2 യേശയ്യാവ് തന്നെത്താൻ കാണുവാനിടയായി. തന്നെ അവൻ കണ്ടപ്പോൾ ഇപ്പോൾ യേശയ്യാവിന് തന്നെക്കുറിച്ച് അല്ല ഭാരമുണ്ടായത്, രാജ്യങ്ങളെക്കുറിച്ച്, പട്ടണങ്ങളെക്കുറിച്ച്, ദേശത്തെക്കുറിച്ചുള്ള ഒരു ഭാരമുണ്ടാകുവാനിടയായി. തുടർന്ന് 7-ാമത്തെ വാക്യം, അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപ പരിഹാരം ലഭിക്കപ്പെട്ടവനായി മാറി. അതെ, ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായ അനുഭവം ഏതാണ്? നമ്മുടെ പേരിലുള്ള കടം, നമ്മുടെ പേരിലുള്ള പാപം, നമ്മുടെ പേരിലുള്ള അകൃത്യങ്ങൾ കഴുകപ്പെട്ടു എന്ന് ഒരു മനുഷ്യനുണ്ടാകുന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ പാപഭാരം ചുമന്നുകൊണ്ട് നാം നടക്കരുത്. അവൻ നമ്മുടെ തെറ്റുകളെ, കുറ്റങ്ങളെ ക്ഷമിക്കുവാൻ കാൽവരിയിലെ രക്തം ഇന്നും വിശ്വസ്തമുള്ളതായിരിക്കുന്നു. ദൈവത്തോട് അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ യേശു മതിയായവരാണ്. 8-ാമത്തെ വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ഈ 2 സാഹചര്യത്തിൽ കൂടെ അവൻ കടന്നുപോയി. 1 ദൈവത്തെ കണ്ടു, 2 തന്നെ കണ്ടു. തന്നെ കണ്ടവൻ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ആർ നമുക്ക് വേണ്ടി പോകും? ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിക്കുകയാണ്. ആരെ അയക്കേണ്ടു? കർത്താവിന്റെ ശബ്ദമാണ്. ആരെ ഞാൻ അയക്കേണ്ടു? അടുത്ത് കർത്താവ് പറയാണ്, ആര് നമുക്ക് വേണ്ടി പോകും? ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പോകുമെന്നല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി പോകുമെന്നല്ല, ഒരു രാജ്യത്തിന് വേണ്ടി പോകുമെന്നല്ല, ആമേൻ, ഒരു മനുഷ്യന് വേണ്ടി സേവിക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത്. മിനിസ്ട്രി അല്ലെങ്കിൽ ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്, അത് ദൈവികമായതാണ്. ആമേൻ, ദ ഓതർ ഓഫ് ദ മിനിസ്ട്രി ഈസ് ഗോഡ്. ഈ മിനിസ്ട്രിയെ ആമേൻ നൽകിയത്, ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്. ശുശ്രൂഷയുടെ ആമേൻ മെസ്സേജ് എന്താണ്? ശുശ്രൂഷയുടെ അല്ല ആ വാർത്ത, ആ ശുശ്രൂഷയുടെ ആമേൻ സന്ദേശം യേശു ക്രിസ്തുവാണ്. ശുശ്രൂഷയുടെ ശക്തി പരിശുദ്ധാത്മാവാണ്. ശുശ്രൂഷയുടെ ആമേൻ അവസാനം അല്ലെങ്കിൽ ഇത് ഗോൾ അല്ലെങ്കിൽ ഡെസ്റ്റിനി, ഈ ശുശ്രൂഷയുടെ ഡെസ്റ്റിനി എന്താകണം? ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താകണം? അത് എറ്റേണിറ്റി, നിത്യതയാണ്. ഇവിടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് കർത്താവ് ഒരു വിളി കൊടുക്കുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഈ ശബ്ദത്തിന് മുൻപിൽ യേശയ്യാവ് പറഞ്ഞു, കർത്താവേ, അടിയനെ അയക്കണമേ. ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുൻപേ പറയപ്പെട്ട പ്രവാചക വാക്യം ഇന്നും നമ്മുടെ ചെവികളിൽ കേൾക്കട്ടെ. ഇന്നും ദൈവം ജനത്തെ നോക്കി പറയുകയാണ്, ആരെ ഞാൻ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? കർത്താവ് യേശു പറഞ്ഞു, കൊയ്ത്തു വളരെയേറെ ഉണ്ട് സത്യം,
എന്നാൽ വേലക്കാരോ ചുരുക്കം. കേരളമേ, ആമേൻ, ഇന്ന് കേൾക്കുന്ന ഈ വാർത്ത കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കണം. പലരും ജോലിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, നല്ലത്. പണം സമ്പാദിക്കുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, നല്ലത്. തങ്ങളുടെ ആമേൻ കാര്യങ്ങൾ പലതും കെട്ടിപ്പണത്തി ഉണർത്തുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വിളി മറന്നു പോകരുത്. ഈ സന്ദേശം ആരോടൊക്കെയോ വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ച് പറയുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ എനിക്ക് വേണ്ടി പോകും? ആർ നമുക്ക് വേണ്ടി പോകും? ആർ ദൈവികമായ പദ്ധതിക്ക് വേണ്ടി പോകും? രാജ്യങ്ങളും പട്ടണങ്ങളും ഇന്ന് ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി കാത്തുകിടക്കുകയാണ്. ആമേൻ. കഠിനമായ ശോധനയിൽ പോകുന്ന ജനമുണ്ട്, കണ്ണുനീരിന്റെ താഴ്വരയിൽ കിടക്കുന്നവരുണ്ട്, രോഗബന്ധനങ്ങളിൽ കിടക്കുന്നവരുണ്ട്, വിടുവിക്കുവാൻ കഴിയാത്ത പ്രതികൂല അവസ്ഥയിൽ കിടക്കുന്നവരുണ്ട്, മരണത്തിൽ കിടക്കുന്നവരുണ്ട്. ആമേൻ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരായി കിടക്കുന്നവരുണ്ട്. ഇവരോട് ദൈവിക വചനം പറയുവാൻ, ജീവനുള്ളവര് ദൈവത്തെക്കുറിച്ച് പറയുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആര് പോകുമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഈ പകൽക്കാലം 3 വിധമായ വെളിപ്പാട് ദർശനം നമുക്ക് വേണം. 1 ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, 2 നമ്മെക്കുറിച്ചുള്ളതായ ഒരു ദർശനം, 3 ദേശത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട്. ഇത് ലഭിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ദൈവികമായ ഒരു ആമേൻ എൻകൗണ്ടർ ഉണ്ടായിരിക്കും. ദൈവത്തെ കണ്ടവൻ, ദൈവികമായ ശബ്ദം കേട്ടവൻ ഏത് സാഹചര്യത്തിലും പിന്തിരിഞ്ഞു പോകത്തില്ല. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. അതെ, ഞാൻ കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഞാൻ പിന്തിരിഞ്ഞു പോകത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണോ? പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തവരാണോ? ആരാധനയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തവരാണോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തീരുമാനമെടുത്തിട്ട് പിന്തിരിഞ്ഞു പോകുവാനുള്ളവരല്ല. ഇത് മനുഷ്യന്റെ വേലയല്ല, ദൈവത്തിന്റെ വേലയാണ്. ഒരുവൻ എനിക്ക് ശുശ്രൂഷ ചെയ്താൽ ഞാൻ അവനെ മാനിക്കുമെന്നാണ് ദൈവം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവികമായ ശുശ്രൂഷ ചെയ്യുവാൻ ഒരു കൂട്ടം പേരെ ദൈവം ആമേൻ വിളിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പ്രിയ മാതാവേ, തങ്ങളുടെ തലമുറയെ ദൈവത്തിന് വേണ്ടി കൊടുക്കാമോ? പ്രിയ പിതാവേ, തങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ ദൈവത്തിന് വേണ്ടി കൊടുക്കാമോ? പ്രിയ യൗവനക്കാരനെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കാമോ? ദൈവത്തിന്റെ വയൽ പ്രദേശങ്ങൾ വിളഞ്ഞു കിടക്കുന്നു കൊയ്ത്തിനു വേണ്ടി. വലിയ ഒരു കൊയ്ത്തിനു വേണ്ടി ജനത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ദൈവിക ദർശനം പ്രാപിച്ചവരായി മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച ദൈവിക വചനങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ കർത്താവ് ഒരുക്കുകയും ചെയ്യണം. ദൈവികമായ വെളിപ്പാട്, തങ്ങളുടെ കുറവുകളെ ഉണരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശബ്ദം സാന്നിധ്യം വെളിപ്പെടട്ടെ. ദേശത്തെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ആ ഭാരം ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ വെളിപ്പെടട്ടെ. അത്ഭുതം ചെയ്താട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. കടഭാരങ്ങളിൽ ഇരിക്കുന്ന ജനത്തെ വിടുവിക്കണം. ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ആമേൻ വിളിച്ചു പറയുക. ഞങ്ങൾ സഭയായി കുടുംബമായി താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗാഡ് ബ്ലെസ് യു.